പ്രശസ്ത ആയുർവേദ ചികിത്സകനായിരുന്ന ശ്രീ ലൂയിസ് വൈദ്യരുടെ പിന്തുടർച്ചാ സ്ഥാപനം 70 വർഷത്തെ ചികിത്സാ പാരമ്പര്യമുള്ള ശ്രേയസ് ആയുർവേദ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ കുമ്പളങ്ങി. പെരുമ്പടപ്പ് കുമ്പളങ്ങി വഴി റോഡിൽ പൈപ്പിടാൻ പൊളിച്ച ഭാഗം നന്നാക്കാത്തതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് പ്രവർത്തകർ റോഡ് ഉപരോധിച്ചു. കുടിവെള്ള പൈപ്പ് സ്ഥാപിക്കുന്നതിന് വേണ്ടി തിരക്കേറിയ കുമ്പളങ്ങി വഴി പെരുമ്പടപ്പ് റോഡ് വെട്ടിപ്പൊളിച്ചിട്ട് നന്നാക്കാത്തതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് പ്രവർത്തകർ റോഡിൽ കുത്തിയിരുന്നു. അമൃത് പദ്ധതി വഴി കുടിവെള്ള കണക്ഷൻ നൽകുന്നതിനാണ് റോഡ് പൊളിച്ചത്. പൈപ്പ് സ്ഥാപിച്ച് 5 മാസം കഴിഞ്ഞിട്ടും റോഡ് നന്നാക്കുവാൻ PWD അധികൃതർ തയ്യാറായിട്ടില്ലെന്ന് പ്രതിഷേധക്കാർ പറഞ്ഞു. ഈ റോഡ് എത്രയും പെട്ടെന്ന് നന്നാക്കുവാൻ PWD ഉദ്യോഗസ്ഥന്മാർ തയ്യാറായില്ലെങ്കിൽ അതിശക്തമായ സമരവുമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രംഗത്തിറങ്ങുമെന്നുള്ള തർക്കമില്ല. നമ്മൾ സാധാരണ പറയും ഇതൊരു സൂചനാ സമരമാണ്. ഈ സൂചനാ സമരം കണ്ടുപിടിച്ചില്ലെങ്കിൽ സമരത്തിന്റെ രൂപം മാറും, രീതി മാറും എന്നൊക്കെ നമ്മൾ പ്രസംഗിക്കാറുണ്ട്. ആ പ്രസംഗ ശൈലിയല്ല ഇത് വളരെ ആത്മാർത്ഥമായി പറയുന്നു. ഈ റോഡിന് എത്രയും പെട്ടെന്ന് ഒരു പരിഹാരമുണ്ടാക്കി. റോഡിനായി കുഴിച്ച സ്ഥലത്ത് മഴയിൽ വെള്ളം കെട്ടി നിൽക്കുന്നതിനാൽ അപകടങ്ങൾ ഏറുകയാണ്. സമീപത്തുള്ള സ്കൂളുകളിലേക്കും കുട്ടികൾക്ക് കടന്നുവരാൻ പറ്റാത്ത സാഹചര്യമാണുള്ളത്. അധികൃതരുടെ ശ്രദ്ധയിൽ പലതവണ പെടുത്തിയിട്ടും നടപടിയുണ്ടാകാത്തതിനാലാണ് കുത്തിയിരുന്നുകൊണ്ട് ഉപരോധം തീർക്കേണ്ടി വന്നതെന്ന് പ്രതിഷേധക്കാർ പറഞ്ഞു. KPCC സെക്രട്ടറി തമ്പി സുബ്രഹ്മണ്യം പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു. DCC ജനറൽ സെക്രട്ടറി NR ശ്രീകുമാറിന്റെ നേതൃത്വത്തിൽ നടന്ന റോഡ് ഉപരോധത്തിൽ കുമ്പളങ്ങി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PA സഗീർ, മണ്ഡലം പ്രസിഡന്റ് VF ഏണസ്റ്റ്, മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ഹസീന നജീബ്, ബ്ലോക്ക് ജനറൽ സെക്രട്ടറി സന്തോഷ് ആലുംപറമ്പിൽ, MA ജോസി, മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ഷീജ പടിപ്പുരക്കൽ, സജന യേശുദാസ്, അഞ്ജു സംഗീത് ബാബു, ത്രേസ്യാമ ജോബ്, റഹീസ സലാം, TU ഷമീർ, സംഗീത് ബാബു, പ്രജിത്ത്, വിപിൻ തുടങ്ങിയവർ പങ്കെടുത്തു. ഈ പ്രദേശത്തെ യാത്രാക്ലേശം അതിരൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷം. അതിലൂടെ ഈ ഒരു പൊട്ടിപ്പൊളിഞ്ഞ റോഡ് നന്നാക്കുവാനായിട്ട് ഉദ്യോഗസ്ഥന്മാർക്ക് യാതൊരു അവരുടെ കഴിവുകേടാണ് ഈ റോഡ് നന്നാക്കാനായിട്ടുള്ള അവസരം ഇല്ലാതെയാക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, NH ഹൈവേ ബ്ലോക്കായ സ്ഥിതിക്ക് തിരുവനന്തപുരം വരെയുള്ള എല്ലാ റൂട്ടുകളും ഈ വഴിയിലൂടെയാണ് പോകുന്നത്. ഉപരോധ സമരത്തിൽ പങ്കെടുത്ത പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. ന്യൂസ് ബ്യൂറോ, പള്ളുരുത്തി.